ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സഖ്യത്തിൻ്റെ വിജയസാധ്യത ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മിക്കവാറും എൻ.ഡി.എ സഖ്യത്തിന് 300-320 സീറ്റുകൾക്കടുത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബി.ജെ.പിക്ക് 280-270 സീറ്റുകൾ നിശ്ചയമായും കിട്ടും. അപ്പോൾ കേവല ഭൂരിപക്ഷത്തിനടുത്തോ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷമോ, പുറമെ ഒരു 35-40 സീറ്റ് സഖ്യകക്ഷികൾക്കുൾപ്പെടെ 320 സീറ്റുകളോടുകൂടി എൻ.ഡി.എ സഖ്യം അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ തെളിഞ്ഞു വരുന്നത്. 400 സീറ്റ് എന്നുള്ളത് ഒരു അവകാശവാദമായി മാറിയെങ്കിലും അത് നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അത്രത്തോളമുള്ളൊരു ഓളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ശക്തമായൊരു മോദി തരംഗം 2019 പോലെ ഇപ്പോൾ കാണുന്നില്ല. എന്നാൽ മോദി വിരുദ്ധ തരംഗവും കാണുന്നില്ല. ആ നിലയ്ക്ക് കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റസ് ക്വോ ആണ് റിസൾട്ടിൽ വരാൻ സാധ്യതയുള്ളത്, ബലത്തിൽ വരാൻ സാധ്യതയുള്ളത്. കാരണം ശക്തമായൊരു പ്രതിപക്ഷം ഇപ്പോഴും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ നേതൃത്വം കൊടുത്ത നിതീഷ് കുമാർ തന്നെ അതിൽ നിന്ന് പുറത്തു പോയത് വലിയൊരു തിരിച്ചടിയായി. മറ്റ് പലരും പോയി. മാത്രമല്ല, പ്രതിപക്ഷ നിലയിൽ തന്നെ ശക്തിയുള്ള ബിജു ജനതാദൾ ഒഡീഷയിൽ എൻ.ഡി.എക്കൊപ്പമാണ്. TDP തെലുങ്കുദേശം പാർട്ടി ആന്ധ്രാപ്രദേശിൽ ബി.ജെ.പിയുടെ ഒപ്പമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി വന്നില്ല എന്ന് മാത്രമല്ല, അതിൽ കുറച്ച് പേരെയെങ്കിലും അടർത്തിയെടുക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് അത് കുറച്ചൊക്കെ ഗുണം ചെയ്യും ബി.ജെ.പി. സഖ്യത്തിനെന്നുള്ള ഉറപ്പാണ്. ഉദാഹരണമായി ആന്ധ്രാപ്രദേശിലും ഒരു സൗഹൃദ മത്സരം നടക്കുന്ന ഒഡീഷയിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബിജു ജനതാദൾ എൻ.ഡി.എ വിട്ടു പോകുമെന്നും തോന്നുന്നില്ല. പക്ഷേ പ്രതിപക്ഷ ഐക്യം തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തമായി ഉയർന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മത്സരം കാഴ്ചവെക്കാമായിരുന്നു. ഇപ്പോൾ തന്നെ ആദ്യത്തെ 2 തിരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഒരു തരംഗം കാണുന്നില്ല എന്ന് വന്നപ്പോഴാണ് കമ്പോള സർക്കിൾസിലും അതോടൊപ്പം തന്നെ മാധ്യമരംഗത്തും പ്രതിപക്ഷ നിരയിലുമെല്ലാം ഒരു ഉണർവ് വന്നത്. ഒരുപക്ഷെ അത് മോദി തരംഗം ഇല്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഒന്നുകൂടി ഐക്യപ്പെട്ടു. ഈ ഐക്യപ്പെടുമ്പോഴും നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഡൽഹിയിലില്ലെങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. പഞ്ചാബിൽ വ്യക്തമായിട്ടുണ്ട്, ഹരിയാനയിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരുമിച്ച് നിന്നുള്ളൊരു ഒറ്റക്കെട്ടായ പ്രവർത്തനം 1977 മാത്രമാണ് അത് കണ്ടത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളും അന്നത്തെ ഭരണകക്ഷിയായ കോൺഗ്രസിനെതിരെ ഉരുത്തിരിഞ്ഞു വന്നത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ഒരു യൂണിറ്റി, ഐക്യം ഇത്തവണ ഉണ്ടായിട്ടുമില്ല. പ്രതിപക്ഷ വേദിയിലേക്ക് ബി.ജെ.പിക്ക് കടന്നു കയറി അവരുടേതായൊരു എൻ.ഡി.എ മുന്നണി ശക്തിപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 400 സീറ്റ് ഒരിക്കലും കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനുള്ള റേഞ്ച് ആയി എന്ന് തോന്നുന്നുമില്ല. പക്ഷെ 400 സീറ്റ് എന്നുള്ള അവകാശവാദം, അതല്ലെങ്കിൽ അത് കിട്ടുമെന്നുള്ളൊരു ധൈര്യം തുടക്കത്തിൽ തന്നെ ബി.ജെ.പി കാണിച്ചത് ഒരുപക്ഷെ ഒരു തരംഗമുണ്ടാക്കാനും അതേസമയം പ്രതിപക്ഷ കക്ഷികൾക്കുള്ള മുറയിൽ ദുർബലപ്പെടുത്താനും ആയിരിക്കാം എന്നാണ് കരുതേണ്ടത്. പക്ഷേ മാധ്യമ രംഗത്തൊക്കെ ഈ ചർച്ച വന്നത് മറ്റൊരു രീതിയിലാണ്. 400 സീറ്റ് ബി.ജെ.പിക്ക് കിട്ടുകയാണെങ്കിൽ ഭരണഘടന തന്നെ മാറ്റി എഴുതും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയൊരു ഭയാശങ്കയ്ക്ക് കാരണമാക്കുകയും ചെയ്തു. ഇത് ബലത്തിൽ കുറച്ചൊക്കെ ധ്രുവീകരണത്തിനാണ് വഴിതെളിയിച്ചത്. എന്നാൽ ഭരണഘടന അങ്ങനെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. 400 സീറ്റ് കിട്ടിയാലും ഇനി 543 സീറ്റ് കിട്ടിയാൽ പോലും സ്വതന്ത്രമായൊരു കോടതി നിലനിൽക്കുന്നിടത്തോളം കാലം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ആർക്കും മാറ്റാൻ കഴിയില്ല. പാർലമെൻറ്റും എക്സിക്യൂട്ടീവും ഒരു പാർട്ടിയുടെയോ ഒരു മുന്നണിയുടെയോ കീഴിൽ വന്നാലും ജുഡീഷ്യറി സ്വതന്ത്രമായി നിൽക്കേണ്ടതാണ്. അങ്ങനെ തന്നെ വേണമെന്ന് താനും. അപ്പോൾ അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ. ഈ 3 തൂണുകൾ, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിക്ക് പുറമെ
പൊതുസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്നൊരു പില്ലർ അഥവാ തൂണും ജനാധിപത്യത്തിന് ശക്തമായി വേണം. ഇപ്പോൾ ഇന്ത്യയിൽ പൊതുസമൂഹം ശക്തമാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ കോടതി ഇപ്പോഴും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. കോടതിയുടെ സമീപകാലത്തെ വിധികളോ മുൻകാലത്തെ വിധികളോ ഒക്കെ കൂടുതലും പരിശോധിച്ചാൽ ഭരണകക്ഷിക്ക് പലപ്പോഴും എംബറാസ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒത്തിരി വിധികൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് തിരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവാദം കൊണ്ടുവന്നതിന് ശേഷമാണല്ലോ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രതിപക്ഷ ഐക്യത്തിൽ ഒരു കൂടുതൽ പ്രതീക്ഷ വന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോടതി വിധികൾ ജനാധിപത്യത്തിന് അനുകൂലമായി വരും. അത് ബാലൻസ് ചെയ്ത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പ്രിസർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അനാവശ്യമായൊരു ഭയാശങ്കയാണ് വളർത്തിയെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതും മുസ്ലിങ്ങൾക്കെതിരല്ല. അത് പൊതുവായി ഭരണഘടനയിൽ വിവക്ഷിച്ചിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് കൂടിയാണ്. അതും ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. പിന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെതിരെയും അത്തരം ഭയാശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ സംഘടനകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുണ്ടായിട്ടുണ്ട്. ഗ്രാമങ്ങളിലാണ് അത് കൂടുതലും വന്നിട്ടുള്ളത്. വർഗീയ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ആവേശവും ആഹ്വാനങ്ങളുമെല്ലാം ഭരണകക്ഷി പിൽക്കാലത്ത് വർഗീയതയിലേക്ക് വഴിതെളിയിച്ചു എന്നുള്ളൊരു സത്യവും നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു പക്ഷേ 400 സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്പീഡിൽ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോയത് ഒരു പക്ഷേ എന്നല്ല ഉറപ്പായിട്ട് നിർഭാഗ്യമായ ഒരു കാര്യമാണെന്ന് പറയേണ്ടി വരും. പക്ഷെ വർഗീയത കൊണ്ടുവരുമ്പോൾ മറുവശത്തും വർഗീയത ഉണ്ടാകും. അതിൻ്റെ ഫലമായ ധ്രുവീകരണം ഉണ്ടാകും. അപ്പോൾ ജനാധിപത്യത്തിന് അതൊട്ട് യോജിച്ചതല്ല. പ്രതിപക്ഷ ഐക്യത്തിന് അത് ഗുണം ചെയ്തുവെങ്കിലും വാസ്തവത്തിൽ വർഗീയത രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ജാതിയാണ് എടുത്ത് കളിച്ചത് പ്രതിപക്ഷ സഖ്യമെങ്കിൽ മതമാണ് BJP സഖ്യവും എടുത്ത് പ്രയോഗിച്ചത്. അങ്ങനെയുള്ളൊരു സംവാദമല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് വരേണ്ടത്. ആദ്യത്തെ 2 ഘട്ടങ്ങളിലും അങ്ങനെ ആയിരുന്നില്ല. പിന്നീടാണ് 3-ാം ഘട്ടത്തോടു കൂടി ശക്തമായ ആവേശത്തോടു കൂടി വർഗീയത വന്നു. അത് മതസംവരണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തിന് സംവരണം കൊടുക്കാൻ ഭരണഘടന അനുവദിക്കില്ല എന്നുള്ളൊരു വാദഗതിയാണ് കോൺഗ്രസ്സിനെതിരെ BJP ആഹ്വാനം ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവാദം ഒരിക്കലും ആരോഗ്യകരമല്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിശ്വാസം വളർത്തിയെടുക്കണം. NDA ഭരണത്തിൽ വന്നാലും ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഭരണഘടനയുടെ കാവൽഭടനായി തീർച്ചയായിട്ടും സുപ്രീം കോടതിയും സ്വതന്ത്ര മാധ്യമങ്ങളും ശക്തമായ പൊതുസമൂഹവും വേണം. ഈ 3 കാര്യങ്ങളും ശക്തമാണെങ്കിൽ ഒരു രീതിയിലും ഭൂരിപക്ഷം കിട്ടിയ ഒരു ഗവൺമെൻറ്റിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. കേവല ഭൂരിപക്ഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ 350 കടന്ന് 370 എത്തിക്കഴിഞ്ഞാൽ പോലും അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭയാശങ്കയ്ക്ക് ഒരു വഴി തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം ജനാധിപത്യത്തിൽ പൊതുസമൂഹവും കോടതികളും നിഷ്പക്ഷമായും ശക്തമായും പ്രവർത്തിക്കേണ്ടതാണ്. ആ പ്രവർത്തിക്കുന്നുള്ള വിശ്വാസത്തിൽ ഈ ആശങ്ക മാറ്റിയെടുക്കേണ്ടതും ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്തായാലും തിരഞ്ഞെടുപ്പ് വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് വിധി ജൂൺ 4-ാം തീയതി വരുമ്പോൾ അതെന്തായാലും അത് എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു ജനാധിപത്യ സ്വഭാവമുള്ളൊരു പ്രകടനമാണ് എന്തായാലും ഏത് ഗവൺമെൻറ് വന്നാലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനം സുശക്തമായി പോകണമെങ്കിൽ ജനാധിപത്യം ശക്തിപ്പെടണം, പൊതുസമൂഹം ശക്തിപ്പെടണം, സ്വതന്ത്രമായ നീതിന്യായ കോടതികളുടെ പ്രവർത്തനവും അതുപോലെ ശക്തിപ്പെടണം. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ പൂർണ്ണ സ്വരൂപത്തിലേക്ക് എത്തുന്നത്.